This news is brought to you by ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ നവജ്യോതി കോളേജിൽ SDG 2030 ഇൻസ്റ്റന്റ് ഫ്രം ഇന്ത്യ ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്ന ഗവേഷണ പുസ്തകം പ്രകാശനം ചെയ്തു. കോളേജിൽ നടന്ന ചടങ്ങിൽ IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ രാജു നാരായണസ്വാമി പുസ്തക പ്രകാശനം നിർവഹിച്ചു. 2030 ഇന്ത്യ കൈവരിക്കേണ്ട സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെക്കുറിച്ചും അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളെക്കുറിച്ചും അദ്ദേഹം ചടങ്ങിൽ വിശദീകരിച്ചു. ആൻഡിസെൽ കൺവീനർ ഷിജോ ജോസ് പുസ്തകം പരിചയപ്പെടുത്തി. കോളേജ് മാനേജർ ഫാദർ ജോസഫ് ചാത്തനാട്ട് മുഖ്യാതിഥിയെ ആദരിച്ചു. ഡയറക്ടർ ഫാദർ സിജോയി പോൾ, CST പ്രിൻസിപ്പൽ ഡോക്ടർ KK സോമശേഖരൻ, കോർഡിനേറ്റർ സിംന സൈമൺ, മഹിമ ബോബൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഉത്ഭവിച്ച ഒരു ചിന്തയുടെ പൂർത്തീകരണമാണ് 2025-26 അക്കാഡമിക് ഇയറിന്റെ പൂർത്തിയിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കോളേജിലെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ പഠനവും കുട്ടികൾക്ക് അനുയോജ്യമായ മറ്റ് പരിപാടികളും ട്രെയിനിങ്ങുകളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ തന്നെ പഠനം ഒരു കാലത്തേക്ക് നിർത്തേണ്ടതല്ല, അത് അലസ്യോട് തുടരേണ്ടതാണ് എന്നൊരു ചിന്തയിൽ അധ്യാപകരുടെ നിരന്തരമായ ചിന്താശേഷിയെ, സർഗാത്മകതയെ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനെ ഒക്കെ വികസിപ്പിക്കുവാൻ വേണ്ടി രൂപം കൊണ്ടിരിക്കുന്ന ഗവേഷണ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെല്ലിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുകയാണ്. കൈകോർത്ത് പിടിച്ച് ആനന്ദ നടനം ചെയ്യുന്ന മനോഹരമായി ഈ ഭൂവിഭാഗത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം നൽകി ഈ ചടങ്ങിന്റെ ഭാരവാഹികളോടുള്ള അഗൈതവമായ നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അസ്തഗിരീശ്വര മസ്തക സീമനി ഭാസ്കര ഭഗവാൻ മറയുന്നേരം, ഗതപതി സിതമരി ഗുഹകളിൽ നിന്ന് തിമിര കരീശ്വര ഇളകുന്നേരം, രൂക്ഷത തേടിന രക്ഷസപടലി തീഷ്ണനിനാദം കരയുന്നേരം, ശ്രോത്രാനന്ദം ചേർത്തിയിടാതെ ദാത്യുഭാവന് കരയും നേരം എന്ന കവിതയെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ ചെറുപുഴ. ആ ചെറുപുഴയിലേക്ക് ആദ്യമായി കടന്നു വരാൻ എനിക്കൊരവസരം ലഭിച്ചിരിക്കുകയാണ്. അത് ഈ നാടിന്റെ വിളക്കായി, വെളിച്ചമായി, മണിദീപമായി പരിലസിക്കുന്ന ഈ വിദ്യാലയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണെന്നത് എന്റെ സന്തോഷത്തെ ദ്വിഗുണീഭവിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചമില്ല, അംഗീകരിക്കുക ധന്യവാദങ്ങളെ. നിങ്ങളില്ലാത്തൊരു ഗാനപ്രപഞ്ചമില്ല, അംഗീകരിക്കുക ധന്യവാദങ്ങളെ എന്ന വയലാറിന്റെ വരികളാണ് എന്റെ മനസ്സിൽ മുഴങ്ങുന്നത്. മറ്റൊരു പുസ്തകം കൂടി ഭാഷാദേവതയുടെ പാതാര വിധങ്ങളിൽ സമർപ്പിക്കപ്പെടുകയാണ്. പ്രകാശത്തിന്റെ കൈവിരലുകൾ കൊണ്ട് എഴുതിയ കഥകൾ, അങ്ങനെയാണ് പുസ്തകങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രകാശത്തിന്റെ കൈവിരലുകൾ കൊണ്ട് എഴുതിയ കഥകൾ. സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, സമഭാവനയുടെ, സദ്ഭാവനയുടെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കവിതകൾ. മഴ മണ്ണിനോട് എന്താണോ ചെയ്യുന്നത്, അതാണ് ഗ്രന്ഥങ്ങൾ മാനവരാശിയോട് ചെയ്യുന്നത്. അവയുടെ ആഖ്യാന ശില്പം ക്ഷേത്ര കലയുടെ സൂക്ഷ്മ സുഭഗതയെയാണ് പ്രകടിപ്പിക്കുന്നത്. ആ പുസ്തകം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചതാണെന്നത് വളരെയേറെ പ്രസക്തമാണ്. പ്രകൃതിയും മനുഷ്യനും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അവ പരസ്പര പൂരകങ്ങളാണ്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ആത്യന്തികമായ അന്തസ്സ. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കുക സാധ്യമല്ല. ഏറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. നവജ്യോതി കോളേജിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെൽ ഗവേഷണ, അതിന്റെ ചെയർമാൻ ഡോക്ടർ സോമശേഖരൻ സാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച എഡിറ്റോറിയൽ ബോർഡ് പ്രസിദ്ധപ്പെടുത്തുന്ന SDG 2030 ഇൻസൈറ്റ്സ് ഫ്രം ഇന്ത്യ ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്ന ഗവേഷണ പ്രബന്ധങ്ങളാൽ കോർത്തിണക്കിയ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിന് നമ്മൾ സാക്ഷികൾ ആവുകയാണ്. 2015 യുണൈറ്റഡ് നേഷൻസിന്റെ 193 അംഗരാജ്യങ്ങൾ ചേർന്ന് 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആഗോള പ്രതിജ്ഞ എടുക്കുകയുണ്ടായി. 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വഴിയായി മനുഷ്യരും ഭൂമിയും ഒരുപോലെ മാന്യമായും സമാധാനപൂർവകമായും സമൃദ്ധിയോടും കൂടിയുള്ള ജീവിതം നയിക്കണമെന്നുള്ള ദർശനമാണ് ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നത്.
വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. IQACയുടെയും ഗവേഷണ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെല്ലിന്റെയും ആഭിമുഖ്യത്തിൽ വളരെ നാളത്തെ ഒരു കഠിന അധ്വാനമാണ് നമ്മളിവിടെ റിലീസ് ചെയ്ത ഈ ബുക്ക്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ഓർക്കുകയാണ്. ആദ്യമായി തന്നെ ഈ ഒരു ബുക്ക് പബ്ലിഷിങ്ങിന്റെ ഏറ്റവും മനോഹരമായ കാര്യമെന്ന് പറയുന്നത് ഇത് പബ്ലിഷ് ചെയ്തത് നമ്മുടെ ഡോക്ടർ രാജു നാരായണ സ്വാമിയാണ്. അറിവിന്റെ ലോകത്തെ വിസ്മയമായ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള സത്യസന്ധതയുടെയും അക്കാദമിക് മികവിന്റെയും പ്രതീകമായ അദ്ദേഹത്തിന്റെ പ്രസൻസ് തന്നെയാണ് ഈ വേദിയെ ഏറ്റവും മനോഹരമാക്കി തീർത്തിരിക്കുന്നത്. സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു എഡിറ്റോറിയൽ ബുക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. ഇതിനു മുമ്പേ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മളൊരു അക്കാഡമിക് ബുക്സ് മാത്രമാണ്. ഒരു റിസർച്ച് ബുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. കാരണം ഇത് ഈ കോളേജിൻ്റെ ചരിത്രത്തിലൊരു നാഴികക്കല്ലാണ് ഇത്. കാരണം കഴിഞ്ഞ IQAC നാക് വിസിറ്റിൽ നമുക്കൊരു ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നത് നമ്മുടെ റിസർച്ച് വേണ്ടത്ര പുരോഗമിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചെറിയൊരു മാർക്കിനാണ് നമുക്ക് A ഗ്രേഡ് നഷ്ടപ്പെട്ടത്. 0.03 പോയിന്റിനാണ് നമുക്ക് A ഗ്രേഡ് നഷ്ടമായത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ ഉള്ള ഒരു ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ ബുക്ക് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. ഒരു നിമിഷത്തിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. നമ്മുടെ ഗവേഷണ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെല്ലിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണിത്. SDG 2030 ഇൻസൈറ്റ് ഫ്രം ഇന്ത്യ ഫ്രം എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഈ ഒരു ബുക്ക് നമുക്കിന്ന് പബ്ലിഷ് ചെയ്യാനായത് ഗവേഷണ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെല്ലിന്റെ ഒരു വലിയൊരു നേട്ടമാണ്. ആ ഗവേഷണ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെല്ലിന്റെ ഒരു മെമ്പർ ആയിരിക്കുന്നതിലും വളരെയധികം അഭിമാനിക്കുന്നു. ഫാഷൻ ലോകത്തെ പുതുപുത്തൻ ട്രെൻഡുകൾ ഇനി നിങ്ങളുടെ കൈപ്പിടിയിൽ. ആഘോഷങ്ങൾ ഇനി കൂടുതൽ വർണ്ണാഭമാക്കാം. സ്ത്രീകൾക്കായുള്ള എല്ലാവിധ വസ്ത്രങ്ങളും ഇനി ഒരിടത്ത്. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. അത്യാകർഷകമായ സാരികൾ, ലേറ്റസ്റ്റ് കോട്ട് സെറ്റുകൾ, മാക്സികൾ തുടങ്ങി എല്ലാവിധ ലേഡീസ് ഐറ്റംസുകളും മിതമായ വിലയിൽ. നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ തുന്നി നൽകാൻ ഞങ്ങളുടെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് സെന്ററും തയ്യാർ. ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ, മിതമായ വില. പുതിയ കാലഘട്ടത്തിലെ ഫാഷൻ സങ്കല്പങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ഒരുക്കുന്ന കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിനിണങ്ങിയ ലേറ്റസ്റ്റ് കളക്ഷനുകളുടെ വൻ ശേഖരം. കണ്ണിന് കുളിർമയേകുന്ന വ്യത്യസ്തമായ വർണ്ണങ്ങളിൽ. ഹൈ ഫാഷൻ ബോട്ടിക് സോന ഗോൾഡിന് സമീപം ചെറുപുഴ. ഫോൺ 9961 451671.